വല്ലാതെ പൊന്നാൻ്റെ ചെങ്ങന്മാരെ, ഒരു വർഷം 2024 ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ ജീവിതത്തിൽ കടന്നുപോയി. 2024 എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകളെ പേര് എടുത്തു പറയാൻ പറ്റുന്നത് പ്രത്യേകിച്ചിട്ടാണ് കമറുദ്ദീൻ നെന്മാറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ തന്നെ ബിപിൻ ചേട്ടന്, നമ്മൾ അൻസാരി, അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് പറയാൻ കഴിയുന്നില്ല. കാരണം ഒരുപാട് ആളുകളെ പേര് ഞാൻ ഓർത്തു വെക്കുന്നത്. എന്തായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്രമാത്രം എൻ്റെ കയ്യിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് മിസ്സായിപ്പോയി. അപ്പോൾ ആരുടെയെങ്കിലും ഫോട്ടോ ഇനി ഇടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. കാരണം എൻ്റെ ഫോണിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് മിസ്സായിട്ടുണ്ട്, ഒരുപാട്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് കിട്ടി എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷം പകരുന്നതാണ്. മാഷന്മാരെ, നമ്മളെ പ്രിയപ്പെട്ട MLA, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പിന്നെ രാഹുൽ മാങ്കൂട്ടം, പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അവരൊന്നും പിന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളൊന്നും മോശക്കാരല്ലെങ്കിൽ കുറഞ്ഞ് കാണിക്കുകയല്ല, അങ്ങനെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല എനിക്ക്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കാണാൻ ഒരുപാട് പിന്നെ കൊതി ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഇന്നലെ വന്നാണ് ഈ പറയുന്ന മുജീബുക്ക, പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. തിരൂരിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എവിടുന്ന് കണ്ടു കഴിഞ്ഞാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾ, ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ലാതെ അവരുടെ മനസ്സിൽ യാതൊന്നുമില്ലാതെ ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി. ഫേസ്ബുക്കിൽ എന്നെ കണ്ട പിന്നെ ഒരുപാട് തെറി കമൻറ്റുകൾ ഇടുന്ന ഒരാൾ വന്നിട്ട് ഇതുപോലെ, എൻ്റെ പ്രിയപ്പെട്ട അനീഫക്ക, ഞാനിങ്ങനെ നിങ്ങളെ ഒരു ശത്രുവാണെന്ന് പറഞ്ഞു. അതിനെന്താ പ്രശ്നം? തോളിൽ കൈയിട്ടതിന് ശേഷം ഒരുപാട് സംസാരിച്ചു. ശത്രു ആണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എൻ്റെ ഞാൻ തോളിൽ കൈയിട്ട് ഒരുപാട് സംസാരിച്ചു. ചായ കുടിക്കല്ലോ എന്ന് വെച്ച് ചായ കുടിച്ചു. പിന്നീട് ഇയാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ബാഡ് കമൻറ്റുകൾ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഐഡിയ പറയുന്നതാണ്. ഐഡിയ എല്ലാം ഇനി പോട്ടെ, ഇനി സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഒരുപാട് അങ്ങനെ തോളിൽ കൈയിട്ട് ഒരു ചായ കുടിച്ചപ്പോഴേക്കും ആ ഒരു സങ്കടം അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം, എന്തായിരുന്നു ദേഷ്യം എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോഴാണ് ഈ ദേഷ്യം കൂടുതൽ. അങ്ങനെ അയാൾക്ക് ആ സങ്കടം അല്ലെങ്കിൽ ആ ഒരു എന്നോടുള്ള ദേഷ്യം, എനിക്ക് അയാളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ടൊരു വെറുപ്പില്ല, ആ സങ്കടം മാറിക്കിട്ടി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആ ഒരു സൗഹൃദത്തിലേക്ക് വന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരുപാട് ഇനിയും പിന്നെ ഇതുവരെ ഫോട്ടോ ഇതിനകത്ത് ഇടാത്ത ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കമൻറ്റിലിടണം ദയവായിട്ട്. നമ്മൾ കണ്ടുമുട്ടിയത് എന്താണ്, എനിക്ക് പേരറിയില്ല, ആരുടെയും പേരല്ല, അവരുടെ പേരും മറന്നുപോയി. കുറേ ആളുകളുടെ പിന്നെ പേര് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെയും ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്പർ തന്നിട്ടുണ്ടാവും. അതുപോലെ അങ്ങനെ ഇത് ഏതായാലും ഇത് കാണാൻ മറക്കരുത്. ഇതിൽ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടാവും. തട്ടി മാറ്റി പോകണ്ട. ഇത് നമ്മുടെ പിന്നെ ഇപ്പോൾ ഈ കുറച്ച് നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ വിമൽകുമാർ കണ്ണൂരാണ്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞല്ലോ, തട്ടി മാറ്റി പോകരുത്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ കാണുന്നതിൽ കൂടുതൽ എൻ്റെ സൗഹൃദം, ഞാൻ പിന്നെ കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കുന്ന എല്ലാവരും ഞാൻ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. കാരണം ഞാൻ ഒരാളോടും പിന്നെ അകറ്റി നിർത്താറില്ല. എന്നെയും ഇതുവരെ ആരും അകറ്റി നിർത്തിയിട്ടില്ല. അത്ര കണ്ട് ഞാൻ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെയാണ് ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വോയിസ് കയറ്റാം എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പാട്ട് കയറ്റണം എന്നാണ് ഞാൻ കരുതി. പാട്ട് വേണ്ട, ഒരു സംസാരം കൂടി ആയിക്കോട്ടെ. ഏതായാലും 2024 എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഈ പോസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഏകദേശം സമയം ഏകദേശം ഒരു 8 മണി കഴിഞ്ഞു. ഏകദേശം 8 മണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ്. ഞാനപ്പോൾ 9 മണിയായി, ഏകദേശം 9 മണി കഴിഞ്ഞു. ഈ 9:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ വർഷത്തെ 2024 എൻ്റെ ലാസ്റ്റ് വീഡിയോ. ഒന്ന് ലൈവ് വരുന്നുണ്ട് ഞാൻ. ഏതായാലും വെറുതെ ഒരു വർഷം സംസാരിച്ചിരിക്കാം എന്നുള്ള ഒരു ഇതായിട്ട് അതൊരു രസമാണല്ലോ. ഒരു 12 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മളെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ലോകം മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മളും ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി.